ഇപ്പോൾ നമുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിന്റെ പേര് ഓട്ടോ സജഷൻ, അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ മനസ്സ് ഒരു റെക്കോർഡർ പോലെയാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതെല്ലാം അത് സത്യമാണെന്ന് മനസ്സ് സ്വീകരിക്കും. അതാണ് ഓട്ടോ സജഷൻ. പലരും ജീവിതത്തിൽ പിന്നോട്ടു പോകുന്നത് കഴിവില്ലാത്തതിനാലല്ല, അവർ ദിവസവും സ്വന്തം മനസ്സിൽ പറയുന്ന വാക്കുകൾ കാരണമാണ്. എനിക്ക് പറ്റില്ല, ഇതെന്റെ കാര്യമല്ല, ഞാൻ ഭാഗ്യവാനല്ല. ഈ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ മനസ്സ് അതിനെ സത്യമാക്കി മാറ്റും. പക്ഷേ ഇതിന് മറുവശവുമുണ്ട്. നിങ്ങൾ ദിവസേന ഞാൻ പഠിക്കും, ഞാൻ ശ്രമിക്കും, എനിക്ക് കഴിയും എന്നൊക്കെ പറയുകയാണെങ്കിൽ മനസ്സ് നിങ്ങളെ സഹായിക്കാൻ തുടങ്ങും. ഇതാണ് ഓട്ടോ സജസ്റ്റേഷന്റെ ശക്തി. മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു? ചിന്തയും വികാരവും ചേർന്നാൽ മനസ്സ് അതിനെ ശക്തമായി സ്വീകരിക്കും. വെറും വാക്കുകൾ മതിയാകില്ല, വിശ്വാസവും വികാരവും വേണം. അതുകൊണ്ടാണ് പറയുന്നത്, ശാന്തമായ മനസ്സോടെ ദിവസം 2 തവണ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് സ്വയം പറയണം. ലളിതമായൊരു ഉദാഹരണം പറയാം. ഒരു വിദ്യാർത്ഥി ദിവസേന എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവന്റെ പ്രവർത്തനം അതിനനുസരിച്ച് മാറും. പക്ഷേ അവൻ ഞാൻ പതുക്കെ പതുക്കെ പഠിക്കും, ഓരോ ദിവസവും കുറച്ച് മെച്ചപ്പെടും എന്നൊക്കെയാണ് അവൻ പറയുന്നതെങ്കിൽ അവന്റെ ശീലങ്ങൾ മാറും. ശീലങ്ങൾ മാറുമ്പോൾ ഫലവും മാറും. ഓട്ടോ സജഷൻ എങ്ങനെ പ്രയോഗിക്കാം? നെപ്പോളിയൻ ഹിൽ പറയുന്നത് വളരെ ലളിതമാണ്. നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി എഴുതുക. അത് നേടുന്നത് നിങ്ങൾ തന്നെ മനസ്സിൽ കാണുക. ശാന്തമായ സമയത്ത് അത് വായിക്കുക. ദിവസേന അത് ആവർത്തിക്കുക. ഇത് മന്ത്രമല്ല, ഇത് മനസ്സിനെ പരിശീലിപ്പിക്കുന്ന ശീലമാണ്. പുറത്തുള്ള ലോകത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ സംഭാഷണം നിങ്ങൾക്ക് നിയന്ത്രിക്കാം. അതാണ് ശക്തി. ഈ അധ്യായത്തിന്റെ പ്രധാന സന്ദേശം എന്തെന്നാൽ, നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങളാകുന്നത്. അതുകൊണ്ട് ഓർക്കൂ, നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾക്ക് സത്യം. ഈ അധ്യായത്തിലെ ആശയം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ലളിതമായ മലയാളം ഓഡിയോ ബുക്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് തന്നെ തുടങ്ങൂ. നിങ്ങളുടെ വാക്കുകൾ മാറ്റൂ, നിങ്ങളുടെ ഭാവിയും മാറും. ഇത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ബുക്കിന്റെ ചാപ്റ്റർ 3 ആണ്. അടുത്ത അധ്യായത്തിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് അല്ലെങ്കിൽ വിജയം പഠനത്തിലൂടെ എങ്ങനെ വരുന്നു എന്ന പാഠമാണ്. നന്ദി.